ഹായ്. പൊതുവെ പത്രത്തിൽ വരുന്ന ന്യൂസ് എങ്ങനെ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്ന് വലിയൊരു വിഭാഗം ആസ്പിറൻസിനും ഇപ്പോഴും അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള ആസ്പിറൻസിനായിട്ട് കറണ്ട് അഫയേഴ്സ് MCQസിന്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ലീപ് ബൈ IAS ഫാക്ടർ. സോ ഡെയിലി നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ കാണുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ UPSC പ്രിലിംസിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് അതിൻ്റെ എക്സ്പ്ലനേഷനോടും കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ലീപ്പ് എന്ന് പറയുന്നത്. സോ 2026 പ്രിലിംസിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മളിത് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ലീപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലീപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം കറണ്ട് അഫയേഴ്സ് UPSCയുടെ പാറ്റേൺ, UPSC പ്രിലിംസിൻ്റെ പാറ്റേണിലായിരിക്കും ഇവിടെ ഫ്രെയിം ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുക. സോ അതുവഴി നിങ്ങൾ ആ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നു, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സും പഠിക്കുന്നു ഈ ലീപ്പ് എന്ന് പറയുന്ന സീരീസിൽ കൂടെ. സോ ലെറ്റ് സ്റ്റാർട്ട് ലീപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ റീസെൻ്റ്ലി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ബ്രിക്സുമായിട്ട് സംബന്ധിച്ച് US ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ബ്രിക്സിൻ്റെ ഒരു സമ്മിറ്റ് റീസെൻ്റ്ലി കഴിയുകയുണ്ടായി. സോ അങ്ങനെ നോക്കുമ്പോൾ ബ്രിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയും കൂടെ മെമ്പർ ആയതുകൊണ്ട് ഹൈലി റെലവൻറ്റ് ടോപ്പിക്കാണ് ഫോർ UPSC പ്രിലിംസ്. സോ അത് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ബ്രിക്സ്. അപ്പം ബ്രിക്സിനെ സംബന്ധിച്ച് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ഏതാണ് ശരി എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബ്രിക്സ് സെർവ്സ് as a political and diplomatic coordination forum for countries from the global south. Second statement, India and Australia are the only Quad countries in BRICS. And third statement, the first BRICS summit was held in 2009 in New Delhi. ഇതിനകത്ത് UPSC ചോദിക്കുന്ന എല്ലാ തരത്തിലുമുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചോദ്യം വിച്ച് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ കറക്റ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബ്രിക്സിനെ കുറിച്ചുള്ള, ബ്രിക്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. BRICS serves as a political and diplomatic coordination forum for countries from global south. ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ടേം നിങ്ങൾ സ്ഥിരമായിട്ട് പത്രത്തിൽ കാണുന്നതാണ്. നിങ്ങളുടെ മെയിൻസ് ആൻസറിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ടേമാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒരു ലോജിക്കൽ ഗസ് അടിക്കുന്ന ഒരാളുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനുള്ള ചാൻസ് ഒന്നുമില്ല. കാരണം ബ്രിക്സ് എന്ന് പറയുന്ന കൺട്രീസിൻ്റെ അതിനെ നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ തന്നെ നമുക്കറിയാം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. സോ ബേസിക്കലി ഗ്ലോബൽ സൗത്ത് കൺട്രീസ് ആണത്. അപ്പം അവരുടെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫോറം ആവണം അത്. സോ ഫസ്റ്റ് വണ് ലോജിക്കലി ക്രാക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ട്രൂ, അല്ലേ? ട്രൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യപ്പെടാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുക, UPSC ഫ്രെയിം ചെയ്യുന്ന മറ്റൊരു രീതി ഇങ്ങനെയാണ്. അതായത് ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ ആർ ദി ഓൺലി ക്വാഡ് കൺട്രീസ് ഇൻ ബ്രിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബ്രിക്സിലുള്ള മെമ്പേഴ്സിനെ അറിയണം, ക്വാഡിലുള്ള മെമ്പേഴ്സിനെ അറിയണം. സോ 2 ഡിഫറെൻറ്റ് ഫോറംസ് തമ്മിലുള്ള ഒരു ഇൻ്റർകണക്റ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണത്. മനസ്സിലായില്ല? ഇവിടെ കുറച്ചും കൂടെ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ഇൻ്റർപ്രിട്ടേഷൻ അവിടെ ആവശ്യം. ഈ ഒരു ടൈപ്പ് UPSC സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രെയിം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ക്വാഡ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യ ഉണ്ട്, സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, USA ഉണ്ട്. ഇത്രയാണ് ക്വാഡ്. ക്വാഡ് എന്ന് പറയുമ്പോൾ തന്നെ 4 കൺട്രീസ് ആണല്ലോ. 4 രാജ്യങ്ങൾ, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, USA. പക്ഷേ ഇനിയും വിഷയം എന്ന് പറയുന്നത് ബ്രിക്സിൽ ഏതൊക്കെ കൺട്രീസ് ഉണ്ട് എന്നുള്ള ഒരു ചോദ്യം വരാം. സോ ബ്രിക്സ് ആക്ച്വലി ബ്രിക്സിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ. ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന. ഈ 4 രാജ്യങ്ങളെ വിശേഷിപ്പിക്കാനാണ് ബ്രിക് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് സൗത്ത് ആഫ്രിക്കയും കൂടെ അതിലേക്ക് മെമ്പർ ആയപ്പോഴത്തേക്കും ബ്രിക്സ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യപ്പെട്ടു. സോ ബ്രിക്സ് ആക്ച്വലി 5 ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിരുന്നെങ്കിലും ഇപ്പോൾ അത് 11 മെമ്പർ ഉള്ളൊരു ഫോറമായി മാറിയിരിക്കുകയാണ്. 11 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ, അതായത് 5ൻ്റെ കൂട്ടത്തിലുള്ള എക്സ്ട്രാ 6 ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ആൻസർ ചെയ്യാൻ ഒക്കത്തുള്ളൂ.
ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നിരിക്കുക, ലോജിക്കലി ക്രാക്ക് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടാണ് വന്നിരിക്കുക. എന്നാൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ദി ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ 2009 ഇൻ ന്യൂ ഡൽഹി. സ്വാഭാവികമായിട്ടും ലോജിക്കലി ഒരു ഗസ് അടിക്കാം, റഷ്യയും ചൈനയും ഒക്കെ ഉള്ള ഒരു ഫോറത്തിന്റെ ഫസ്റ്റ് മീറ്റിംഗ് ന്യൂഡൽഹിയിൽ നടക്കാനുള്ള സാധ്യത ഉണ്ടാവത്തില്ല എന്നൊരു ലോജിക്കൽ ഗസ് നമുക്ക് അടിക്കാം. മനസ്സിലായില്ലേ? ലോജിക്കലി ഞാൻ പറയുന്നത്, നമുക്ക് ഫാക്ച്വലി അറിയത്തില്ലെങ്കിൽ കൂടെയും റഷ്യയും ചൈനയും പോലൊക്കെയുള്ള വലിയ ആളുകൾ 2009 കൂടാണ് ഇയർ കൊടുത്തേക്കുന്നത്, ഇയർ വേണമെങ്കിൽ തെറ്റാം, സ്റ്റിൽ റഷ്യയും ചൈനയൊക്കെ ഉള്ള ഒരു എന്താ പറയുക വൻമരങ്ങൾ നിൽക്കുമ്പോൾ എന്തായാലും ആ ഫസ്റ്റ് സമ്മിറ്റ് ഇന്ത്യയിൽ നടക്കാനുള്ള ചാൻസ് ഇല്ല എന്ന ഒരു ലോജിക്കൽ ഗസ് ഞാൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ മുന്നിലേക്ക് ബാക്കി വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്, അതായത് 3 ഞാൻ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മുന്നിലേക്ക് ബാക്കി വരുന്നത് എ ഓർ ബി എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ എ കറക്റ്റ് ആവാം അല്ലെങ്കിൽ ബി കറക്റ്റ് ആവാം. ദിസ് ഒരു 50-50 ചാൻസാണ്. ഇങ്ങനെ 50-50 ചാൻസിൽ നിന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷം സ്വീകരിക്കണം. മനസ്സിലായില്ലേ? അതായത് പ്രിലിംസിൽ 50-50 ചാൻസ് ഒരു ക്വസ്റ്റ്യൻ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അടിച്ചിരിക്കണം. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് വണ് ഒരു കൺഫ്യൂസിങ് പാർട്ടായിട്ട് നിൽക്കുകയാണ് സെക്കൻഡ് വൺ. കാരണം ഓസ്ട്രേലിയ എന്ന് പറയുന്ന ക്വാഡ് മെമ്പർ ബ്രിക്സിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഫോർ ദാറ്റ് നമ്മൾ ന്യൂസ് വായിച്ചിരിക്കണം. നമ്മൾ തീർച്ചയായിട്ടും ന്യൂസ് വായിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ബ്രിക്സിലെ മെമ്പേഴ്സ് എന്ന് നോക്കിക്കേ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. അത് കൂടാതെ വി ഹാവ് 2 മെമ്പേഴ്സ് ഫ്രം ആഫ്രിക്ക, ഈജിപ്റ്റ് ആൻഡ് എത്യോപ്യ. ഈജിപ്റ്റും എത്യോപ്യയും ആഫ്രിക്കയിൽ നിന്ന് വന്ന 2 മെമ്പേഴ്സ് ആണ്. അത് കൂടാതെ ബാക്കി കൂടുതലും മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ആണ്. നിങ്ങൾ നോക്കൂ, UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE, അതുകൂടാതെ സൗദി അറേബ്യ, ഇറാൻ, ഇത്ര മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള കൺട്രീസ് ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, 2, അതായത് ബ്രിക്സ് കൂടാതെ, ബ്രിക്സിന്റെ കൂട്ടത്തിൽ ബ്രിക്സ് പ്ലസ് എന്ന് പറയുന്നതിനകത്ത് ബ്രിക്സ് BRICS കൂടാതെ 2 കൺട്രീസ് ആഫ്രിക്കയിൽ നിന്നുണ്ട്. പേരിപ്പം തന്നെ പഠിച്ചു വെച്ചു, ഈജിപ്റ്റ് ആൻഡ് എത്യോപ്യ. അത് കൂടാതെ 3 മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള കൺട്രീസ് ഉണ്ട്, സൗദി അറേബ്യ, UAE ആൻഡ് ഇറാൻ. ഇത് കൂടാതെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയും കൂടെ ചേരുമ്പോഴേക്കും ആ 6 കൺട്രീസ്, എക്സ്ട്രാ 6 കൺട്രീസും കൂടെ ആവുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു മെമ്പർ അല്ല. സോ ദിസ് second statement is also false. So our right answer is A, 1 only. കേട്ടോ? ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബ്രിക്സിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദി ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ റഷ്യ. കേട്ടോ? അതെല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവണം. ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത് റഷ്യയിൽ വെച്ചിട്ടാണ്. സമ്മിറ്റ്, ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത് റഷ്യയിൽ വെച്ചിട്ടാണ് ഇൻ 2009. ഓക്കെ, ബ്രിക്സിൽ 11 മെമ്പേഴ്സ് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. BRICS കൂടാതെ 2 കൺട്രീസ് ഫ്രം ആഫ്രിക്ക, ദാറ്റ് ഈസ് ഈജിപ്റ്റ് ആൻഡ് എത്യോപ്യ. ആൻഡ് ദെൻ 3 കൺട്രീസ് ഫ്രം മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ, UAE ആൻഡ് ഇറാൻ. ദെൻ 1 ഫ്രം സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ദാറ്റ് ഈസ് ഇന്തോനേഷ്യ. സോ ബ്രിക്സിനെ കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. വൺ ഓഫ് ദി ഹോട്ട് ടോപ്പിക്കാണ് റൈറ്റ് നൗ. ഇനിയും നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത് റീസെൻ്റ്ലി ന്യൂസിലുള്ള ഒരു ടോപ്പിക്കാണ്, ബാൽ ആധാർ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഹെഡ്ലൈനിലൊന്നും ബാൽ ആധാർ എന്ന് കണ്ടെന്ന് വരത്തില്ല. അങ്ങനത്തെ ഒരു ന്യൂസ് അല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഇങ്ങനെയാണ്, അതായത് 5 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സിനകം കുട്ടികളുടെ, 5 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സിനകമുള്ള എല്ലാ കുട്ടികളും ആധാർ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ന്യൂസ് വന്നിരിക്കുന്നത്. മനസ്സിലായി? ന്യൂസ് അങ്ങനെ ആയിരിക്കും, ഹെഡ്ലൈൻ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതായത് കുട്ടികളുടെ ആധാർ അപ്ഡേഷൻ, 7 വയസ്സായ കുട്ടികളുടെ എല്ലാവരുടെയും ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ന്യൂസ്. സോ സ്വാഭാവികമായിട്ടും ഈ ന്യൂസ് കാണുമ്പോൾ നമ്മളതിനെ വലിയ വില കൊടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ UPSC അതിന് വില കൊടുക്കും. എന്നിട്ട് അവരതിനകത്ത് നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. ബിക്കോസ് ബാൽ ആധാർ അല്ലെങ്കിൽ കുട്ടികളുടെ ആധാർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് എഡ്യൂക്കേഷൻ പർപ്പസിന് മാൻഡേറ്ററി ആയി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പുതിയ സ്കൂൾ അഡ്മിഷൻ എടുക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പോക്കിലൊക്കെ ആയിക്കോട്ടെ, പല കാര്യങ്ങളിലും കുട്ടികളുടെ ബാൽ ആധാർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത്, വലിയൊരു വിഭാഗം ഇന്ത്യൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് UPSC ശ്രദ്ധിക്കും, ചോദ്യങ്ങൾ വരും. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ബാൽ ആധാർ ഈസ് ഓർ ആർ കറക്റ്റ്. സോ കറക്റ്റ് ആയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ ചിൽഡ്രൻ ബിലോ 5 ഇയേഴ്സ് ഓഫ് ഏജ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, റെസിഡന്റ് ഇന്ത്യൻ ഓർ NRI ചൈൽഡ് സീക്കിംഗ് എൻറോൾമെന്റ് നീഡ് ടു വിസിറ്റ് ആൻ ആധാർ എൻറോൾമെന്റ് സെന്റർ along with mother or father only.
നമ്മൾ യൂഷ്വലി എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആക്കുന്ന എക്സ്ട്രീം കീവേഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ സംശയിക്കണം. സ്വാഭാവികമായിട്ടും ഉള്ളി എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം കീവേഡ് അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഡൗട്ടിൽ വെക്കണം. ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഡൗട്ട്ഫുൾ ആണ്. Then next one, all biometric data are required at the time of enrollment. വീണ്ടും ഒരു all ഇവിടെ കിടക്കുന്നു അല്ലേ. അതായത് എൻറോൾമെന്റ് സമയത്ത് കുട്ടികളുടെ എല്ലാ ബയോമെട്രിക് ഡേറ്റയും അക്വയർ ചെയ്തിരിക്കണം എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഇഷ്യൂഡ് ഇൻ പിങ്ക് കളർ. പിങ്ക് കളറിലാണ് ബാൽ ആധാർ ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൽ എത്ര സ്റ്റേറ്റ്മെന്റ് ട്രൂ ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ഒരിക്കലും നമുക്കിനകത്ത് ഗസ് എന്ന് പറയുന്ന കാര്യങ്ങൾ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ നടക്കത്തില്ല. അതായത് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റിൽ ഗസ്സിനുള്ള സ്കോപ്പ് ഇല്ല. കാരണം ഗസ് ചെയ്താൽ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഫാക്ട് നമ്മൾ അറിയണം. അതേസമയം സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഈ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സിന്റെ ആ ഡൗട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും തെറ്റാവാനുള്ള സാധ്യത നമുക്ക് പറയാം അല്ലേ. ഒന്നാമത്തെ എവിടെ ഇരിക്കട്ടെ, രണ്ടാമത്തെ നോക്കൂ. റെസിഡന്റ് ഇന്ത്യൻസ് അല്ലെങ്കിൽ NRI ചിൽഡ്രൻ ആധാർ എൻറോൾ ചെയ്യാൻ വരുന്ന കുട്ടികൾ അമ്മയോടോ അച്ഛനോടോ ഒപ്പം മാത്രം എൻറോൾമെന്റ് സെന്ററിലേക്ക് എത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ ഉള്ളി കിടക്കുന്നത് കാരണം ഞാൻ ഇതിനെ റോങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് കരുതുക. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ഓൾ ബയോമെട്രിക് ഡേറ്റ ആർ റിക്വയർഡ് അറ്റ് ദി ടൈം ഓഫ് എൻറോൾമെന്റ്. ഓൾ കിടക്കുന്ന കാരണം ഞാൻ ഇതിനെ വീണ്ടും എലിമിനേറ്റ് ചെയ്തു എന്ന് കരുതുക. സോ സ്റ്റിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്തെത്തിയാലും ഇവിടെ പ്രശ്നം എന്താ, ഹൗ മെനി എന്നുള്ള ചോദ്യം വന്ന സ്ഥിതിക്ക് 4 എണ്ണം ആൻസർ അറിയാമെങ്കിൽ മാത്രമേ നമുക്കിതിനെ ആൻസർ എഴുതാനൊക്കത്തുള്ളൂ. നമ്മുടെ നോർമൽ എലിമിനേഷൻ ടെക്നിക്ക് ഒന്നും ഇവിടെ വർക്കൗട്ട് ആവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാക്ട്സിലേക്ക് പോകാം. ബാൽ ആധാർ ഈസ് ഇഷ്യൂഡ് ഫോർ ചിൽഡ്രൻ ബിലോ 5 years. ദാറ്റ് ഈസ് ട്രൂ. 5 വയസ്സിന് താഴെ 5 വയസ്സ് മാക്സിമം 5 താഴെയോ വയസ്സുള്ള കുട്ടികൾക്കാണ് ബാൽ ആധാർ ഇഷ്യൂ ചെയ്യുന്നത്. ബാൽ ആധാറിന്റെ നിറം എന്ന് പറയുന്നത് പിങ്ക് അല്ല. ഇത് ഒരുപാട് തവണ ആഡിന്റെ രൂപത്തിൽ പത്രത്തിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ ഒരിക്കലെങ്കിലും അങ്ങനത്തെ ആഡ്സ് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ആഡ്സ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ ബ്ലൂ കളർ. സോ കണ്ടോ, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റിയത് കണ്ടോ, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റിയത് കണ്ടോ. ഫോർത്ത് ഈസ് റോങ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ ബ്ലൂ കളർ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2ഉം 3ഉം ലോജിക്കലി എലിമിനേറ്റ് ചെയ്തു, ഫോർത്ത് 1 ഫാക്ച്വലി എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ആൻസർ ഈസ് only 1 എന്ന് വരും. ഇനി നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയണ്ടേ. നമ്മുടെ ഫാക്ട് ബോക്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ഇറ്റ്സ് ബ്ലൂ കളർ ആൻഡ് കാർഡ് ഈസ് ഇഷ്യൂഡ് വിത്തൗട്ട് ബയോമെട്രിക് ഇൻഫോർമേഷൻ. അതായത് എല്ലാ ബയോമെട്രിക് ഡേറ്റയും ഇവിടെ അക്വയർ ചെയ്യുന്നില്ല. കാരണം കുട്ടികളാണല്ലേ. കുട്ടികളുടെ കാര്യത്തിൽ ഫിംഗർ പ്രിന്റ്സും ഐറിസും ഒക്കെ എന്താണ് ഫുള്ളി ഡെവലപ്ഡ് ആവത്തില്ല. കൊച്ചു കുട്ടികൾ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കത്തില്ല ഫിംഗർ പ്രിന്റ്സ് ഒന്നും. അപ്പോൾ ആ ബയോമെട്രിക് ഇൻഫർമേഷൻ ഒക്കെ ആദ്യമേ എടുക്കുന്നത് എന്താ പറയേണ്ടത്, അത് ശരിയായ ഒരു ഡേറ്റ ആയിരിക്കത്തില്ല കിട്ടുക. അതുകൊണ്ടാണ് 5 വയസ്സിന് ശേഷം 7 വയസ്സാവുമ്പോഴത്തേക്ക് കുട്ടികളോട് വീണ്ടും ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇതാണ് ന്യൂസിലെ ഹെഡ്ലൈൻ. കുട്ടികൾ 7 വയസ്സായ കുട്ടികളെല്ലാവരും ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പം ഓൾ ബയോമെട്രിക് ഡേറ്റ ആർ അക്വയർഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ബയോമെട്രിക് ഡേറ്റ അക്വയർ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എന്ത് ബയോമെട്രിക് ആണ് അക്വയർ ചെയ്യുന്നത് ശരിക്കും? ഒൺലി ഫോട്ടോഗ്രാഫ്. ഫോട്ടോ മാത്രം. ബയോമെട്രിക് അക്വയർ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഫോട്ടോ എന്ന് പറയുന്ന ഒരേ ഒരു ബയോമെട്രിക് മാത്രമാണ് അക്വയർ ചെയ്യുന്നത്. ഓൾ ബയോമെട്രിക് ഡേറ്റ, ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവും. കാരണം ഫിംഗർ പ്രിന്റ്, ഐറിസ് സ്കാനിങ് തുടങ്ങിയ കാര്യങ്ങൾ കൊച്ചുകുട്ടികൾ, അതല്ല ബിലോ 5 years ഉള്ള കുട്ടികളുടേത് സ്കാൻ ചെയ്യുന്നില്ല. അത് 7 year ആവുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കുമ്പോഴേക്കും മദറോ ഫാദറോ മാത്രമല്ല ലീഗൽ ഗാർഡിയൻ ആണെങ്കിലും ഓക്കെ ആണ്. ഓക്കെ, ലീഗൽ ഗാർഡിയൻ, മദറും ഫാദറും അല്ലാതെ ലീഗൽ ഗാർഡിയനെ ആണ് ആളിനുള്ളതെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഐദർ വിത്ത് മദർ ഓർ ഫാദർ ഓർ ലീഗൽ ഗാർഡിയൻ. അപ്പോൾ ഉള്ളി എന്ന് പറയുന്ന എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അതിനെ തെറ്റിക്കുകയാണ്. കണ്ടോ, അതായത് 2, 3, 4 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തെറ്റാണ്. സോ അവർ റൈറ്റ് ആൻസർ ഈസ് only 1. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബിലോ ദി ഏജ് ഓഫ് 5 years of age. ക്ലിയർ ആയല്ലോ. അപ്പോൾ ബാൽ ആധാറിനെയും തെറ്റിക്കരുത്. ബ്ലൂ കളറിലാണ് ബാൽ ആധാർ വരുന്നത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലുണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 ഫ്രം എക്കണോമി. UPSCക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. ഏതെങ്കിലുമൊക്കെ റിപ്പോർട്ടിൽ നിന്നും
റെലവൻറ്റോ ഇറെലവൻറ്റോ എന്ന് നമുക്ക് തോന്നുന്ന സ്റ്റാറ്റ്സ് വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രെയിം ചെയ്യുന്ന ഒരു പരിപാടി അവർക്കുണ്ട്. എല്ലാ വർഷങ്ങളിലൊന്നും ചോദിക്കാറില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില വർഷങ്ങളിൽ അങ്ങനത്തെ സ്റ്റാറ്റ്സ്, അതായത് പ്ലെയിൻ സ്റ്റാറ്റ്സ് ഡേറ്റ കറക്റ്റ് ആ ന്യൂസ് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പതിവ് UPSCക്ക് ഇടയ്ക്കിടയ്ക്കുണ്ട്. ആ ടൈപ്പിൽ ഒരെണ്ണമാണിത്. പക്ഷെ ആ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു അർബോറൻ എന്താ പറയേണ്ടത്, ഒരു റിപ്പോർട്ടൊന്നും അല്ല. ഇത് RBIയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യമാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു റീസെന്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ഓഫ് ദി RBI. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. എമംഗ് ബ്രോഡ് കാറ്റഗറീസ് ഓഫ് ഹൗസ് ഹോൾഡ് ഡെറ്റ് ദി മേജർ ഷെയർ ഈസ് ഹെൽഡ് ബൈ ഹൗസിംഗ് ലോൺസ്. സോ മേജർ ഷെയർ ഈസ് ഹെൽഡ് ബൈ ഹൗസിംഗ് ലോൺസ്. ഹൗസ് ഹോൾഡ് ഡെറ്റിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടിയ ഷെയറും ഹൗസിംഗ് ലോൺസിനാണ് എന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ ലോജിക്ക് പ്രയോഗിച്ച് കഴിയുമ്പോൾ പലരും അതടിക്കാനുള്ള സാധ്യതയുണ്ട്. ട്രൂ ആയിരിക്കും എന്നൊരു ചിന്ത നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ കണ്ടോ, റിസ്കിയർ ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ റിസ്കിയർ ആണ്. കാരണം ആ പർട്ടിക്കുലർ റിപ്പോർട്ട് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യുന്നതിന്റെ ഒരു സ്കോപ്പ് അവിടെ വളരെ കുറവാണ്. ഇനി ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ്സിലോട്ട് നോക്കിയാലോ. India's household debt at 41.9% of GDP is relatively very high when compared to other emerging market economies. അതായത് നമ്മളെ പോലെ തന്നെയുള്ള എക്കണോമീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഹൗസ് ഹോൾഡ് ഡെറ്റ് വിത്ത് ടു റെസ്പെക്ട് ഓഫ് GDP, ദി റേഷ്യോ ഓഫ് ഹൗസ് ഹോൾഡ് ഡെറ്റ് ടു GDP എന്ന് പറയുന്നത് റിലേറ്റീവ്ലി വെരി ഹൈ ആണെന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അവിടെയും കണ്ടോ, ആ ഫാക്ട് അറിയാമെങ്കിൽ മാത്രം നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ നോക്കൂ. Investment in equities have overtaken deposits and form a major part of household financial wealth. അതായത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഡെപ്പോസിറ്റുകളെ, ബാങ്ക് ഡെപ്പോസിറ്റുകളെ ഓവർടേക്ക് ചെയ്ത് ഹൗസ് ഹോൾഡ് ഫിനാൻഷ്യൽ വെൽത്തിന്റെ മേജർ പാർട്ടും ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റീസ് ആണ് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അത് കുറച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് ലോജിക്കലി ഒന്ന് ആൻസർ ചെയ്യാൻ ഒരു ശ്രമം നടത്താം, അല്ലേ? സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് എന്താണ്? ബാങ്കിലെ സേവിങ്സാ, അല്ലേ? ബാങ്ക് സേവിങ്സ്, അതായത് ഒരു കൂടിപ്പോയാൽ ഒരു FD അല്ലെങ്കിൽ RD, ഇതൊക്കെയാണ് ഇന്ത്യൻസിന്റെ, ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഇന്ത്യന്റെ കാലാകാലങ്ങളായിട്ടുള്ള വെൽത്ത് സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു അതിനെ ഓവർടേക്ക് ചെയ്ത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഷെയർ മാർക്കറ്റിന്റെ റീസെന്റ് ട്രെൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന റീസെന്റ് ഒരു ഗ്രോത്ത് UPSCയുടെ പ്രിലിംസിലും ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ പോസ്റ്റ് കോവിഡ് UPSC പ്രിലിംസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ കൂടുതൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇക്വിറ്റീസ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ ഒരു റീസൺ കൊണ്ടാണ് UPSC കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ലോജിക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും എന്ത്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ ഡെപ്പോസിറ്റിനേക്കാളും കൂടുതൽ എന്ന് ലോജിക്കിൽ, ആ ലോജിക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ തോന്നാം. എന്നാൽ മറു ലോജിക്കിൽ കാലാകാലങ്ങളായിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ്, ഞാൻ പറഞ്ഞ FDO RDO പോലെയുള്ള ഡെപ്പോസിറ്റുകളിലാണ് ഇന്ത്യൻസ് കൂടുതൽ അവരുടെ വെൽത്ത് സേവ് ചെയ്ത് വെക്കുന്നത്. സോ ആ ലോജിക്കിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നേരത്തെ പറഞ്ഞു ഫാക്ട് അറിഞ്ഞിരിക്കണം. ഇനിയും ഇൻ കേസ് ഞാൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നും പറഞ്ഞെടുത്തു നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ നോട്ട് കറക്റ്റ് എന്നാണ് ചോദ്യം. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഐദർ ബി D or C, അല്ലേ? ഒന്നുകിൽ D ആവാം, C ആവാം. കാരണം 3 എന്ന് പറയുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ളത് സിയിലും ഡിയിലുമാണ്. അപ്പൊ ഇതോ അല്ലെങ്കിൽ ഇതോ ആൻസർ ആയിട്ട് വരാം. എന്റെ ലോജിക്കിലാണ് ഞാൻ പറയുന്നത്. സ്റ്റിൽ എന്താണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിഞ്ഞല്ലേ പറ്റൂ. ഫസ്റ്റിനെ നമ്മൾ വിട്ടേരെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ അറിഞ്ഞേ പറ്റൂ. കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ, അല്ല, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം 2 and 3 ഉള്ളിയും 1 2 3 ഉള്ളിയാണ്. സോ 2 രണ്ടിടത്തും ഉള്ളത് കാരണം 2 ഇൻകറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? കാരണം 2 രണ്ടിടത്തും ഉണ്ട്. 3 ഇൻകറക്റ്റ് ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2ഉം ഇൻകറക്റ്റ് ആവേണ്ടതാണ്. അപ്പൊ ഇനി 1ന്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. നമുക്ക് നോക്കാം, ആ ഫാക്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം. ഫാക്ട് നോക്കുമ്പോൾ ഹൗസ് ഹോൾഡ് ഡെറ്റിന്റെ കാര്യത്തിൽ റൈറ്റ് നൗ നോൺ ഹൗസിംഗ് റീറ്റെയിൽ ലോൺസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഹൗസിംഗ് ലോൺസ് അല്ല,
പകരം നോൺ ഹൗസിംഗ് റീറ്റെയിൽ ലോൺസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അത് വിച്ച് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ കൺസംഷൻ പർപ്പസ്. അതാണ് അതിനകത്ത് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അതായത് പണ്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾ കൂടുതൽ ലോൺ എടുക്കുന്നത് ഒന്നുകിൽ ഒരു വെഹിക്കിൾ മേടിക്കാനോ അല്ലെങ്കിൽ ഹൗസിങ്ങിനോ ആണ്, അല്ലേ? ഹൗസിംഗ് ലോൺസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു 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 സെക്ടർ ആയിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഹൗസിംഗ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള റീറ്റെയിൽ ലോൺസ് ആണ് കൂടുതൽ. അതായത് കൺസ്യൂം ചെയ്യാനായിട്ട് ആളുകൾ ലോൺ എടുക്കുന്നതാണ് ഇന്ന് ഏറ്റവും കൂടിയ ഷെയർ ഉള്ളത് ഹൗസ് ഹോൾഡ് ഡെറ്റിന്റെ കാര്യത്തിൽ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. നിങ്ങൾ മനസ്സിലത് എപ്പോഴും ഉണ്ടാവണം. ഹൗസിംഗ് ലോൺസ് അല്ല ഇന്നത്തെ ഹൗസ് ഹോൾഡ് ഡെറ്റിലെ ഏറ്റവും മേജർ ഷെയർ ഉള്ളത്, അത് നോൺ ഹൗസിംഗ് റീറ്റെയിൽ ലോൺസ് ആണ്. ദാറ്റ് ഷോസ് ദി കൺസംഷൻ മെന്റാലിറ്റി ഓഫ് ഇന്ത്യൻസ് ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഇന്ത്യ നോക്കിയേ ആണോ, 54.9% എന്താണ്? നോൺ ഹൗസിംഗ് റീറ്റെയിൽ ലോൺസ് ആണ്. നോൺ ഹൗസിംഗ് റീറ്റെയിൽ ലോൺസ്. ഹൗസിംഗ് ലോൺസ് കേവലം എന്താ 29% ഉള്ളൂ. ഉണ്ടോ? ഹൗസിംഗ് ലോൺസ് 29% ഉള്ളൂ. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ കൂടി 54.9% നോൺ ഹൗസിംഗ് റീറ്റെയിൽ ലോൺസ്, അതായത് ഹൗസിംഗ് ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള റീറ്റെയിൽ ലോൺസ് ആണ്. സോ ദാറ്റ് ഷോസ് ദി കൺസംഷൻ മെന്റാലിറ്റി ഓഫ് ഇന്ത്യൻസ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. നോക്കൂ, 40% ഇപ്പോഴും എന്താണ് സേവിങ്സിന്റെ കാര്യത്തിൽ? ഇറ്റ്സ് ഡെപ്പോസിറ്റ്സ്. സോ 40% ഓഫ് ദി ഇന്ത്യൻസും അവരുടെ വെൽത്ത് സേവ് ചെയ്യുന്നത് ബാങ്ക് ഡെപ്പോസിറ്റുകളുടെ രൂപത്തിലാണ്. ആകെ 28.8% മാത്രമേ ഉള്ളൂ ഇക്വിറ്റീസിലേക്ക് വരുന്നത്. സോ ഗ്രോത്ത് ഉണ്ട്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഗ്രോത്ത് ഉണ്ട്. സ്റ്റിൽ ഡെപ്പോസിറ്റ്സ് തന്നെയാണ് ഏറ്റവും വലിയ ഷെയർ ഹൗസ് ഹോൾഡ് വെൽത്തിന്റെ കാര്യത്തിൽ ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി വെരി ഹൈ അല്ല, ഇറ്റ്സ് റിലേറ്റീവ്ലി ലോ. അതായത് സിമിലർ എക്കണോമീസിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഹൗസ് ഹോൾഡ് ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലോ ആണ്. അതും എന്താ ഗസ്സബിൾ അല്ല. നമുക്ക് മനസ്സിലായില്ലേ? ഗസ് ചെയ്താൽ ചിലപ്പോൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇന്ത്യക്കാരുടെ കടം ഭയങ്കര കൂടുതലായിരിക്കും എന്നൊരു വിചാരത്തിൽ ഗസ് ചെയ്യരുത്. ഇങ്ങനത്തെ യുണീക്ക്, അതായത് ഓപ്പോസിറ്റ് ട്രെൻഡ് കാണിക്കുന്ന സാധനങ്ങൾ നമ്മൾ നല്ല പോലെ പഠിച്ചു വെക്കണം. കാരണം UPSC അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്ത്യയുടെ ഹൗസ് ഹോൾഡ് ഡെറ്റ് ടു GDP റേഷ്യോ ആയ 41.9% എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ലോ വെൻ കമ്പയർഡ് ടു അതർ എമർജിങ് എക്കണോമീസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും നമ്മൾ ഉറപ്പായിട്ടും ഓർത്ത് വെച്ചേ പറ്റത്തുള്ളൂ. സോ ദി ആൻസർ ഈസ് 1, 2 and 3. 1ഉം 2ഉം 3ഉം എന്താണ്? ഇൻകറക്റ്റ് ആണ്. 1ഉം 2ഉം 3ഉം ഇൻകറക്റ്റ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So with respect to the following sectors, did the flue gas desulfurization come into news recently? ഓക്കെ, ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ ഇതും ഒരു സിറ്റർ ആണ്, നമുക്കറിയാമെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ദി ആൻസർ ഈസ് ആക്ച്വലി തെർമൽ പവർ പ്ലാന്റ്സ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ എന്ന് പറയുന്ന ടേം ന്യൂസിൽ റീസെന്റ് ഉണ്ടായിരുന്നത്? ഇതൊക്കെ പഠിച്ചു വെച്ചേക്കുക. സിറ്റർ ക്വസ്റ്റ്യൻ ആണ്, അറിയാമെങ്കിൽ മാത്രം എഴുതാൻ പറ്റും. അറിയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഒക്കെ വലിയൊരു ന്യൂസ് ഉണ്ട്. ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ഇന്ത്യയിലെ തെർമൽ പവർ പ്ലാന്റ്സിനോട് പൊതുവെ ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ചുരുക്കം പവർ പ്ലാന്റ്സ് മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇത് എന്തിന് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ചോദിച്ചാൽ SO2 പൊല്യൂഷൻ, സൾഫർ ഡയോക്സൈഡ് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഹ്യൂജ് കോസ്റ്റ്, ഈ ഒരു യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം തന്നെ ഭയങ്കര ലക്ഷക്കണക്കിന് രൂപയുടെ കോസ്റ്റ് ആവുന്നത് കൊണ്ട് മിക്കവാറും പവർ പ്ലാന്റ്സ് ഒന്നും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു റീസെന്റ് സ്റ്റഡി നടത്തിയപ്പോഴത്തേക്ക് കാണുന്ന ട്രെൻഡ് ന്യൂസിൽ കൊടുത്തിരുന്നതാണ്, ഇന്ത്യയിലെ SO2 പൊല്യൂഷൻ, അതായത് പവർ പ്ലാന്റ്സിൽ നിന്നും കോൾ പവേർഡ് പവർ പ്ലാന്റ്സ് കേട്ടോ, കോൾ പവേർഡ് പവർ പ്ലാന്റ്സിൽ നിന്നുമുള്ള സൾഫർ എമിഷൻ പെർമിസിബിൾ ലെവലിലും താഴെയാണ് എന്നാണ് റീസെന്റ് സ്റ്റഡി എന്നാണ് ന്യൂസിൽ കൊടുത്തിരിക്കുന്നത്. അതായത് പൊല്യൂഷന്റെ പെർമിസിബിൾ ലിമിറ്റിനേക്കാളും താഴെ. സോ ഇറ്റ്സ് അലവബിൾ ലിമിറ്റിലാണ് SO2 പൊല്യൂഷൻ റൈറ്റ് നൗ കോൾ പവേർഡ് പവർ പ്ലാന്റ്സിൽ നിന്നും ഉണ്ടാവുന്നത് എന്നൊരു സ്റ്റഡി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ
മെജോറിറ്റി ഓഫ് ദി തെർമൽ പവർ പ്ലാന്റ്സിനോടും സർക്കാർ ആവശ്യപ്പെട്ടു ഇനി നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. അതായത് കുറച്ച് പേർക്ക് സ്റ്റിൽ മാൻഡാറ്ററി ആണ്. കുറച്ച് പവർ പ്ലാന്റ്സ്, അതായത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ സിറ്റീസിന്, അതായത് ഹൈ പോപ്പുലേഷനുള്ള സിറ്റീസിനോട് അടുത്ത് നിൽക്കുന്ന തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അവരിത് മസ്റ്റായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇത് റിലാക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് യു നോ വൈ, എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഈ SO2 പൊല്യൂഷൻ കുറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? അതായത് തെർമൽ പവർ പ്ലാന്റ്സ്, കോൾ പവേർഡ് പവർ പ്ലാന്റ്സിൽ നിന്നുള്ള SO2 പൊല്യൂഷൻ വളരെ കുറവാണ്. അതായത് പെർമിസിബിൾ ലിമിറ്റിന് ഉള്ളിലാണ് നിൽക്കുന്നത്. അവർ കൊടുത്തേക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കോളിലുള്ള സൾഫർ കണ്ടന്റ് വളരെ ലോ ആണ്. ഇന്ത്യയിലെ കോളിലുള്ള സൾഫർ കണ്ടന്റ് വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ബേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സൾഫർ ഡയോക്സൈഡും വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ, അതായത് വേസ്റ്റ് ഗ്യാസ്, തെർമൽ പവർ പ്ലാന്റിൽ നിന്നും വരുന്ന വേസ്റ്റ് ഗ്യാസിൽ ഡീസൾഫറൈസേഷൻ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പം റീസൺ ഓർത്ത് വെക്കുക, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന കോളിൽ സൾഫർ കണ്ടന്റ് കുറവാണ്. ആൻഡ് ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു തെർമൽ പവർ പ്ലാന്റ്സ്. ഇനി നിങ്ങൾക്ക് ആ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. സോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? സോ ബേസിക്കലി സൾഫർ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ആൻഡ് സൾഫർ ഡയോക്സൈഡ് ഈസ് ആൻ അസിഡിക് ഗ്യാസ്. സൾഫർ ഡയോക്സൈഡ് ഒരു അസിഡിക് ഗ്യാസ് ആയത് കാരണം ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റിൽ ഒരു ബേസിക് കോമ്പൗണ്ട് ഉണ്ടാവും. സോ ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് ആ പൊല്യൂട്ടൻ്റ് ന്യൂട്രലൈസ് ആയി പോവും. അപ്പോൾ SO2 അസിഡിക് ആയിട്ടുള്ള പൊല്യൂട്ടൻ്റ് ആണ്. ഈ FGD യൂണിറ്റിനകത്ത്, ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റിനകത്ത് ഒരു ബേസിക് കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പം ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ന്യൂട്രലായി മാറും. ഇങ്ങനെയാണ് അവിടെ എന്താ പറയേണ്ടത്, ഡീസൾഫറൈസേഷൻ നടത്തുന്നത്. ആക്ച്വലി 3 കോമൺ ടൈപ്സ് ഓഫ് FGD സിസ്റ്റംസ് ആണ് നമുക്കുള്ളത്. അതിൻ്റെ പേരും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഡ്രൈ സോർബന്റ് ഇഞ്ചക്ഷൻ, വെറ്റ് ലൈംസ്റ്റോൺ ട്രീറ്റ്മെൻറ്റ് ആൻഡ് യൂസിങ് സീ വാട്ടർ. ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ തരാം. അതായത് ഡ്രൈ സോർബന്റ് ഇഞ്ചക്ഷൻ, വെറ്റ് ലൈംസ്റ്റോൺ ട്രീറ്റ്മെൻറ്റ് എന്നിവ ഇവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് പൊല്യൂട്ടൻ്റെ റിമൂവലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. എന്നിട്ട് 3-4 പൊല്യൂട്ടൻസിൻ്റെ പേരും തരാം. അപ്പം അതും ചോദ്യമായിട്ട് വരാം. നേരെ മറിച്ച് FGD യൂണിറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ചോദ്യം വരാം. സോ ഇങ്ങനത്തെ ബേസിക് ഫാക്ട്സ് നമ്മൾ ഓർത്തിരിക്കണം. ആ 3 ടെക്നിക്സിൻ്റെ പേര് മറന്നുപോലെ: ഡ്രൈ സോർബന്റ്, വെറ്റ് ലൈംസ്റ്റോൺ ആൻഡ് യൂസിങ് സീ വാട്ടർ ടു റിമൂവ് സൾഫർ ഡയോക്സൈഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആൻഡ് നെക്സ്റ്റ് വൺ, എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് റെയർ എർത്ത് മിനറൽസ്, അല്ലെങ്കിൽ റെയർ എർത്ത് എലമെന്റ്സിനെ കുറിച്ച്, അല്ലേ? റീസെൻ്റ് ആയിട്ടുള്ള സ്ഥിരം പത്രത്തിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് വരുന്ന ഒരു ന്യൂസ്. അത് ഡിഫറെൻറ്റ് സിനാരിയോയിൽ ഇത് വരാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട്, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട്, ബാറ്ററീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് എനർജി പരമായിട്ടുള്ള എന്ത് കാര്യം വന്നാലും അവിടെയൊക്കെ റെയർ എർത്ത് മിനറൽസ് അല്ലെങ്കിൽ റെയർ എർത്ത് എലമെന്റ്സിനെ കുറിച്ച് ന്യൂസ് വരാറുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. വിത്ത് റെഫറൻസ് ടു റെയർ എർത്ത് എലമെന്റ്സ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഏതാണ് കറക്റ്റ്, ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദി ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് നോൺ ആസ് റെയർ എർത്ത് എലമെന്റ്സ് ഇൻക്ലൂഡ്സ് 15 ലാന്തനൈറ്റ്സ് as well as സ്കാൻഡിയം ആൻഡ് ഇട്രിയം. അപ്പോൾ സ്കാൻഡിയം പ്ലസ് ഇട്രിയം പ്ലസ് 15 ലാന്തനൈറ്റ്സ് ചേരുന്നതാണ് റെയർ എർത്ത് എലമെന്റ്സ്. സോ ബേസിക് ഫാക്ട് ആണ്, സ്കൂൾ ലെവൽ ഫാക്ട് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ് എന്ന് പറയുമ്പോൾ ലൈക്ക് 10th 11th 12th പഠിക്കുന്ന ഫാക്ട് ആണത്. സോ NCERT മെറ്റീരിയൽ ആണ്, ചോദ്യം ചോദിക്കാം. And second statement, contrary to their name, these elements are not exceptionally rare and are found in relative abundance in Earth's crust. Again ഒരു ബേസിക് NCERT കണ്ടന്റ് ആണത്, അല്ലേ? അതായത് പേരിൽ റെയർ എർത്ത് എന്നാണെങ്കിലും റെയർ എർത്ത് അത്രയ്ക്ക് റെയർ ഒന്നുമല്ല. ആൻഡ് റിലേറ്റീവ്ലി അബണ്ടന്റ് ആയിട്ട് എർത്തിന്റെ ക്രസ്റ്റിൽ ഇത് കാണപ്പെടുന്നുണ്ട്. സോ വീണ്ടും ബേസിക് ഫാക്ട്. ലാസ്റ്റ് വൺ, ചൈന ഈസ് ദി സോൾ കൺട്രി possessing commercially viable reserves of rare earth elements. അതൊരു കറണ്ട് അഫെയർ ആണ്, അല്ലെങ്കിൽ കറണ്ട് അഫെയർ എന്ന് തന്നെ പറയാൻ ഒക്കത്തില്ല, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ന്യൂസിലുള്ള ഒരു കാര്യമാണ്. ആൻഡ് പ്ലസ്
നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള 2 സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ അഡ്വർടൈസ്മെന്റ് പത്രത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ഒഡീഷ ഗവൺമെന്റിന്റെയും ഒന്ന് യു പി ഗവൺമെന്റിന്റെയും 2 വലിയ ആഡ്സ് ഹിന്ദു പേപ്പറിൽ, വലിയ ആഡ്സ്, ചെറിയതൊന്നുമല്ല, ഭയങ്കര നോട്ടീസബിൾ സൈസിൽ കൊടുത്തിരുന്ന വലിയ ആഡ്സിനകത്ത് നിന്നും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. സി, അത് ഞാനങ്ങ് പറഞ്ഞേക്കാം. ഒഡീഷയുടെ ആഡിനകത്ത് കൊടുത്തിരുന്നത് ദേ ഹാവ് വയബിൾ റിസർവ്സ് ഓഫ് റെയർ എർത്ത് മിനറൽസ് എന്നാണ് കൊടുത്തിരുന്നത്. അതായത് ഒഡീഷയുടെ ഇൻഡസ്ട്രിയൽ പ്രൊമോഷന് വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ആഡാണ്. അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒഡീഷയിൽ ധാരാളം റെയർ എർത്ത് എലമെന്റ്സിന്റെ ഡെപ്പോസിറ്റ് ഉണ്ട്. സോ കണ്ടോ, ഒരു ആഡിൽ നിന്ന് നമുക്കൊരു ആൻസറിലേക്ക് എത്തുന്നുണ്ടോ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്ന ചൈന ഇസ് ദി സോൾ കൺട്രി, ചൈനയ്ക്ക് മാത്രമേ കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള റെയർ എർത്ത് എലമെന്റ്സിന്റെ റിസർവ് ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്തു, അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ പത്രത്തിന്റെ നിങ്ങൾ ഹെഡ്ലൈനുകളിൽ മാത്രമല്ല ആഡുകളിൽ പോലും നമുക്ക് വേണ്ട ഫാക്ട്സ് ഇരിപ്പുണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, പഠിക്കണം എന്ന് പോലുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലെ, ഒഡീഷയുടെ ആഡ് കൂടെ തന്നെ സിമിലർ കൈൻഡ് ഓഫ് ആഡ് യു പി ഗവൺമെന്റും കൊടുത്തിരുന്നു. അതിനകത്തും റെയർ എർത്ത് എലമെന്റ്സിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. സോ ചൈനയിൽ മാത്രമല്ല കൊമേഴ്ഷ്യലി വയബിൾ റിസർവ്, നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. സോ തേർഡ് വൺ എലിമിനേറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് 2 and 3 എലിമിനേറ്റ് ചെയ്യാം. 3 ഉള്ളി എന്ന് പറയുന്ന സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. 1, 2, 3 എന്ന് പറയുന്ന ഡി ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ബേസിക്കലി എലിമിനേഷൻ നടത്തി കഴിയുമ്പോൾ അവർ റൈറ്റ് ആൻസർ ഈസ് 1 and 2. അപ്പോൾ 1ഉം 2ഉം റൈറ്റ് ആണ്. ഇനി 1ഉം 2ഉം നോക്കൂ. റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലാന്തനൈറ്റ്സ് പ്ലസ് സ്കാൻഡിയം ആൻഡ് ഇട്രിയം, ദാറ്റ് ഈസ് ട്രൂ. പഠിച്ചല്ലോ. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക, കോൺട്രറി ടു ദെയർ നെയിംസ് ദീസ് ആർ അവൈലബിൾ. അതായത് എർത്ത് ക്രസ്റ്റിൽ റിലേറ്റീവ്ലി അബൻഡന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് എന്ത്, റെയർ എർത്ത് എലമെന്റ്സ്. പിന്നെ എന്തുകൊണ്ട് പേര് വന്നു എന്ന് ചോദിച്ചാൽ, ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന മിനറൽസ് ഒരു കാലത്ത് റെയർ ആയിരുന്നു, തിരിച്ചറിയപ്പെട്ടിട്ടില്ല, അതാണ് കാര്യം. മനസ്സിലായില്ലേ? അതായത് ഈ എലമെന്റ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മിനറൽസ് റെയർ ആയിട്ടേ പണ്ട് കാലത്ത് കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ മനസ്സിലായി ഈ സാധനം റെയർ ഒന്നും അല്ല, പക്ഷെ അന്നേ പേരിട്ടു റെയർ എർത്ത് എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് റെയർ എർത്ത് എലമെന്റ്സ് ആർ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി എവിടെ റെയർ എർത്ത് എലമെന്റ് വന്നാലും നമ്മൾ അറിയണം, നമ്മുടെ ഇന്ത്യയിലും കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള റിസർവ്സ് ഉണ്ട്. ആൻഡ് ഫാക്ട് ബോക്സിലേക്ക് നോക്കുമ്പോൾ ദി ടേം ഒറിജിനേറ്റഡ് ഇൻ 18th and 19th centuries. സോ ആദ്യമായിട്ട് ഈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സമയം ഇതാണ്. ആൻഡ് വൈ ചൈന ഇസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, ചൈനയാണ് വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റെയർ എർത്ത്. പക്ഷെ എന്ന് എഴുതിയിട്ട് ബാക്കി കൺട്രീസിന് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ബ്രസീൽ, വിയറ്റ്നാം, റഷ്യ, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്കൊക്കെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള റിസർവ് എന്തിന്റെ കാര്യത്തിലുണ്ട്, റെയർ എർത്ത് എലമെന്റ്സിന്റെ കാര്യത്തിലുണ്ട്. സോ രാജ്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ബ്രസീൽ, വിയറ്റ്നാം, റഷ്യ, ഇന്ത്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കും വയബിൾ ആയിട്ടുള്ള റിസർവ്സ് ഉണ്ട്. അപ്പോൾ ചൈനയാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് കരുതി ചൈനയല്ല സോൾ കൺട്രി. ക്ലിയർ? So that's the end of this LEAP episode.